ഹലോ, ഞാൻ സുനി സജീവ് രേവതി ബ്യൂട്ടി പാർലർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മാറ്റുക. ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. മക്കൾ ലോകത്തിൽ ഉന്നതരും ക്രിസ്തു യേശുവിൽ പ്രശസ്തരുമാകട്ടെ. ദീർഘായുസം പൂർണ്ണ ആരോഗ്യം കൊണ്ട് യേശുമ്പരാൻ തൃപ്തി വരുത്തട്ടെ. ഇത്രയും സംഭവം ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോ. ഇതാണ് ഒരു മനുഷ്യന് കാശ് കൊടുത്താൽ ഒന്നും കിട്ടില്ലാത്ത സംഭവം. ഇത് യേശുവിൻ്റെ കയ്യിലേ ഉള്ളൂ. യേശു എന്ന് പറഞ്ഞ ആരാ? വചനം. ആ വചനം പാലിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് ചേരണയാണ്. യേശുവെ കർത്താവേ എന്ന് വിളിക്കുമ്പോൾ യേശുമ്പരാനോട് കർത്തൃത്വം ഏൽപ്പിച്ചു കൊടുക്കുക, നമ്മുടെ ഭരണം. അപ്പോൾ യേശുമ്പരാൻ ആ ഭരണം പരിശുദ്ധാത്മാവിനാലാണ് ചെയ്യണേ. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് കഴിയുമ്പോൾ ഈ വചനം പ്രമാണിക്കാനുള്ള നമ്മൾ ആഗ്രഹിച്ചാൽ മതി, സാധിക്കും. ആ വചനം പ്രമാണിച്ചാൽ എന്താ ഗുണം? നമ്മൾ നല്ലൊരു ക്യാരക്ടറിൻ്റെ ഉടമയാവും. നമ്മളെ യേശുമ്പരാനെ പോലെ ആകാനാണ് പിതാവായ ദൈവം ആഗ്രഹിച്ച് മകനെ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടെ. നമ്മൾ എങ്ങനെയാകാം? എന്ത് മനോഹരമായ കൽപ്പനയാണ്. നീ എന്ത് മറ്റുള്ളവരിൽ നിന്ന് ആഗ്രഹിക്കുന്നു അത് അവന് ചെയ്തു കൊടുക്കുക എന്നോർത്ത് പ്രധാനപ്പെട്ട കൽപ്പന. അതോടുകൂടി നമ്മുടെ അത്യാഗ്രഹം എല്ലാം മാറില്ല. നമുക്ക് എപ്പോഴും അവനെനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല, അവനെനിക്ക് വേണ്ടി അവനെനിക്ക്, എൻ്റെ സ്വഭാവമായിട്ട് ഞാൻ ഈ പറയണേ, എനിക്ക് ആയോരൊന്നും തന്നില്ല, ഈ ഓര് തന്നില്ല, അവിടെ തന്നില്ല, ഇവിടെ തന്നില്ല. അപ്പോൾ യേശു പറയുവാണ്, നീ എന്താണ് അവനിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് അങ്ങോട്ട് ചെയ്തു കൊടുക്കുക. അതോടുകൂടി ആഗ്രഹത്തിൻ്റെ കൊതി മാറി നമ്മളോട് അപ്പോൾ നമുക്കുടെ ഓരോ വചനവും നമ്മളെ നിർമ്മലീകരിക്കും, വിശുദ്ധീകരിക്കും. അപ്പം ഞാൻ ഇതിൽ തന്നെ വചനം പറയുമ്പോൾ ഞാൻ നന്നായത് മിടുക്കിയോ പൂർണ്ണതയുള്ളവളായിട്ടല്ല. ഈ വചനം എന്നെ ശുദ്ധീകരിക്കുന്നുണ്ട്, കേൾക്കുന്നവരെ ശുദ്ധീകരിക്കും. ഒരു വചനം വായിച്ചിട്ട് തുടങ്ങാം കേട്ടോ. ഇതാണ് സത്യം. അപ്പോസ്തല പ്രവൃത്തി 4:12 പറയാം, മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. അപ്പോൾ അങ്ങനെ ഈ യേശു എന്ന് പറഞ്ഞ നാമം മാത്രം ഒരു മനുഷ്യന് രക്ഷപ്പെടാനുള്ളൂ, വേറൊരു നാമം ഇല്ല എന്ന് പറഞ്ഞാൽ യേശു എന്ന് പറഞ്ഞ വചനമാണ്. യോഹന്നാൻ 1-ാം അധ്യായം, ആദിയിൽ വചനം ഉണ്ടാകും, വചനം ദൈവമാണ്. ദൈവമാണ് വചനം. ഞാൻ എന്ന് പറയണതാണ് ദൈവം. ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു. നമുക്ക് ആ ദൈവത്തിൻ്റെ കൃപയാലല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വചനം ദൈവമാണെന്നോർത്ത് വചനത്തിനെ ബഹുമാനിക്കണം. നിൻ്റെ അയൽക്കുംകാരനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ അയൽക്കുംകാരനോട് കുസ്തി പിടിച്ച വചനത്തിന് ദൈവത്തിനെതിരാണ്. അതിൻ്റെ നമ്മളൊരു പ്രാർത്ഥനാ വിഷയം ദൈവത്തിനോട് പറയുമ്പോൾ നമുക്കത് നടന്നില്ല. അപ്പോൾ ദൈവം പറയുക, എൻ്റെ കൈ കുറുകിയതല്ല നിന്നെ രക്ഷിപ്പാതിരിപ്പം, എൻ്റെ ചെവി മന്ദമല്ല, പക്ഷെ നിൻ്റെ പാപം നിന്നെ മറയ്ക്കുക. ദൈവത്തിന് ഒരിക്കലും നമ്മളെ സഹായിക്കാണ്ടിരിക്കാൻ പറ്റില്ല, കാരണം ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ. പക്ഷെ മക്കളെ അനുഗ്രഹിക്കാത്ത ഏതെങ്കിലും അപ്പനും അമ്മയും ഉണ്ടോ? എത്ര മക്കൾ കുസ്തി പിടിച്ചാലും. പക്ഷെ ആ പാപം ദൈവത്തെ മറക്കുക. അപ്പം നമ്മൾ വചനം പ്രമാണിച്ച പാപം മാറി ദൈവമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചെടുക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണതയിൽ നടക്കുമ്പോൾ നമ്മൾ ആ ദൈവരാജ്യത്തിൽ യേശുവിൻ്റെ സ്വഭാവത്തിൽ ആ സമാധാനം സന്തോഷമൊക്കെ അനുഭവിച്ച് ഈ ഭൂമിയിൽ രാജകീയമായിട്ട് നമ്മൾ ജീവിക്കും. അല്ലാണ്ട് ദാരിദ്ര്യം പിടിച്ചല്ല ദൈവത്തിൻ്റെ മക്കൾ ജീവിക്കണം. ഈ ഭൂമിയിൽ സൃഷ്ടിച്ചേക്കുന്ന എല്ലാം നമുക്ക് വേണ്ടിയാണ്. നമ്മൾ രാജകീയ അന്ധകാരത്തിൽ നിന്ന് നമ്മളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും വിശുദ്ധ ജനവും നമുക്ക് വേണ്ടി എല്ലാം സൃഷ്ടിച്ചേക്കണം, നമ്മൾ സുഖമായിട്ടിരിക്കാൻ. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ ഹെയർ ലാക്സിങ്ങിൻ്റെ ഉണ്ട്, കരാട്ടിൻ്റെ ഉണ്ട്. അപ്പം ഈയിടെ കുറേ ഹെയർ ലാക്സിങ് വന്നു, അതെല്ലാം പ്രായം കുറഞ്ഞ പിള്ളേരാട്ടോ. അപ്പോൾ അവർക്ക് വൈറ്റ് ഹെയർ ഒന്നുമില്ല. അപ്പോൾ ഒരു വർഷമൊക്കെ കഴിഞ്ഞാൽ വന്നേക്കണം ഹെയർ ലാക്സിങ്ങിന്. അപ്പോൾ നമ്മൾ ഹെയർ ലാക്സിങ് വേണമെങ്കിൽ ഹെയർ ലാക്സിങ് ചെയ്യാം, മറ്റേ കരാട്ടും വേണമെങ്കിൽ കരാട്ടും ചെയ്യാം. എൻ്റെയൊക്കെ മുടി ഹെയർ ലാക്സിങ് ചെയ്താൽ ഫ്രസ്സിയാവും, കാരണം എപ്പോഴും കളറൊക്കെ ചെയ്ത് ഡാമേജ് ഹെയറാണ്, ഡ്രൈ ഹെയറാണ്. അപ്പോൾ ഇത് ഇതുപോലെ സോഫ്റ്റായി ഇതുപോലെ പരസ്യത്തിൽ വെള്ളം പോലെ കിടക്കുന്നത് കരാട്ടിൻ്റെ ഇതും കൊണ്ടാണ്. അപ്പോൾ നമ്മളതങ്ങ് ചെയ്തിട്ട് ഞാനിപ്പോൾ മുടി ചെയ്യാറ് പോലുമില്ല. ഇപ്പോൾ ഇങ്ങനെ വീഡിയോയ്ക്ക് വരുമ്പോൾ ഒന്ന് ചെയ്യാൻ നല്ലതായിരുന്നു. ഇങ്ങനെയൊക്കെ ഒന്ന് കാണിക്കുമ്പോഴത്തേനും അവസാനം അത്യാവശ്യം ഇതൊക്കെ ആയിക്കോളും, അങ്ങനെ കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെ 2 പ്രാവശ്യം ഒന്ന് വലിച്ചാൽ മതി. അപ്പോൾ നമുക്ക് അങ്ങനെ കംഫോർട്ടായിട്ട് നമ്മുടെ മുടി കിട്ടും. അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വാഷിംഗ് മെഷീനില്ല, ഗ്യാസ് ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇതുപോലെയാണ്. മുടി ഇങ്ങനെ കംഫോർട്ടായി കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല. പണ്ടത്തെ പോലെ ഇഞ്ചിയൊക്കെ ഇട്ടാണ് നമ്മൾ കുളിക്കണത്, മേല് തേച്ചിരുന്നത്, സോപ്പല്ലേ. അതുപോലെ അഡ്വാൻസ്ഡ് ആയി അപ്ഡേഷനിലേക്ക് നമ്മൾ പോയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നം. അപ്പോൾ
മുടി അത് ചെയ്താൽ മുടി പോകും, ഒരു മുടി പോലും പോകില്ല. കരാട്ടിനൊക്കെ ചെയ്ത് അത് ബ്രാൻഡ് കമ്പനി ചെയ്യണം കേട്ടോ. നമ്മൾ ചെയ്യുന്നത് കരാട്ടിൻ, നാനോ ഫോഴ്സ് പ്ലാസ്റ്റിക്, ബയോട്ടാനിസ. എന്ത് ചെയ്താലും നിങ്ങൾ സ്കിന്നിൽ ക്രീം ഇട്ടാൽ പോലും ബ്രാൻഡ് കമ്പനിയുടെ ഇടാവുള്ളൂ. കാരണം ഇപ്പം പറഞ്ഞിട്ടില്ല, ലിപ്സ്റ്റിക്ക് ഇട്ടാൽ മെർക്കുറി ഉള്ളിൽ പോവുക, കേട്ടിട്ട് പേടിയാവുക, നെയിൽ പോളിഷ് ഇതൊന്നും പാടില്ലെന്ന്. ഇതിലൊക്കെ ഒത്തിരി കാര്യങ്ങൾ കാണുമായിരിക്കും. ചിലത് ചോദിക്കും പിന്നെ ക്യാൻസറൊക്കെ വന്നെ അങ്ങനെയാണോന്ന്. അങ്ങനെയല്ല, ആണെന്ന് അല്ലെന്നല്ല. പക്ഷെ നമുക്കിപ്പോൾ ഒത്തിരി ന്യൂജനും ഒത്തിരി പ്രായം കുറഞ്ഞവർക്ക് ഒത്തിരി ആരോഗ്യ പ്രോബ്ലം തന്നെയില്ല. അപ്പം നമ്മൾ ഇതിൻ്റെയൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ എപ്പോഴും ബ്രാൻഡ് കമ്പനി യൂസ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ അവർക്ക് എപ്പോഴും ചെക്കിങ്ങും എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും ഇങ്ങനെ അവരെ പ്രസ്ഥാനം പെട്ടെന്ന് ഭയങ്കര പ്രോബ്ലത്തിൽ വരുമല്ലോ. അപ്പോൾ അവരെ പറഞ്ഞേക്കണതെല്ലാം കാണും. അപ്പോൾ ബ്രാൻഡ് കമ്പനികൾ യൂസ് ചെയ്യുക. കളർ ചെയ്യുമ്പോൾ ആയാലും തീരെ ലോ ക്ലാസ് ഡൈ ചെയ്യാണ്ട് കളറിങ് നമ്മുടെ ബ്യൂട്ടി പാർലർ കളറിങ്ങിന് ഒന്നുമില്ല, മറ്റേതിനൊക്കെ എല്ലാം 25% ഡിസ്കൗണ്ട് ഉണ്ട്. ഇപ്പം മുഖമൊക്കെ ഇടയ്ക്ക് ഓടിപ്പോയി ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. മാസത്തിൽ 2 പ്രാവശ്യം ചെയ്യുന്നുണ്ട്. കാരണം ഈ വേനയ്ക്ക് പെട്ടെന്ന് ഞാൻ ചീത്തയാവുക. അപ്പം ചീത്തയാകുമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മഴക്കാലമാകുമ്പോൾ എനിക്കിനി കളർ വയ്ക്കണേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയി ടാനിങ് ബാക്കിയിട്ട് ഒന്ന് ഇത് ചെയ്യും. അപ്പം നിങ്ങൾ അതിനൊക്കെ ഡിസ്കൗണ്ട് ഉണ്ട്. പെഡിക്യൂറൊക്കെ ഇപ്പോൾ ഒന്ന് ചെയ്യണം. കാലൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ചീത്തയാവും, ഈ പൊടിയും ഇതും ഒക്കെ. അപ്പോൾ സ്പായൊക്കെ ഇപ്പോൾ ചെയ്യട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ മുടി ചൂടത്തൊരു സ്പായുടെ പ്രൊട്ടക്ഷനൊക്കെ ഉണ്ടെങ്കിൽ മുടി കൂടാണ്ടിരിക്കും. ഒത്തിരി നല്ല സ്പാ, ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കും. പണ്ടൊക്കെ പേൻ നോക്കുമ്പോൾ തലയിൽ നിറച്ച് മുടിയില്ലേ. സ്പാ എന്നൊക്കെ പറഞ്ഞാൽ മൊത്തം മസാജിങ്. നമ്മൾ മസാജൊന്നും ചെയ്യണില്ലല്ലോ, അപ്പോൾ നമുക്കൊന്നിനും സമയമില്ലോ. അപ്പോൾ അതൊരു മസാജിങ്, ബ്ലഡ് സർക്കുലേഷൻ അതൊക്കെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ ഒത്തിരി ഉണ്ട് ബ്യൂട്ടി പാർലർ. പിന്നെ മുടി ഇതൊക്കെ ചെയ്യാൻ വേഗം ബ്യൂട്ടി പാർലറിലേക്ക് പോവാം. അപ്പോൾ ഇനി നമുക്ക് വീഡിയോസ് കണ്ടാലോ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിന് വന്നാട്ടോ. 1 വർഷം മുമ്പ് ഹെയർ ലാസിങ് ചെയ്തിട്ട് പോയതാട്ടോ. യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമാകുന്ന കാഴ്ച കണ്ടു കേട്ടോ. ചെയ്ത് കഴിയുമ്പോൾ കാണാം. ഇതിപ്പോൾ 1 വർഷത്തിൽ കൂടുതലായി. അപ്പോൾ കൊച്ചൊക്കെ ഉണ്ടായി. അതിൻ്റെ ഇതിലാണ് താമസം വന്നത് ചെയ്യാനൊക്കെ. അപ്പോൾ പ്രഗ്നൻസിയിൽ കുറേ എണ്ണയൊക്കെ തേച്ച് ഡെലിവറി സമയത്തൊക്കെ എണ്ണയൊക്കെ തേക്കുമല്ലോ. അങ്ങനെ ഇതിൽ നിന്ന് ടച്ച് ഇച്ചിരി വിട്ടുപോയി. അപ്പോൾ നമുക്കിതിൻ്റെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമായ കാഴ്ച കാണാം കേട്ടോ. പിന്നെ ആഫ്റ്റർ കെയർ ഒക്കെ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് D3 ഒക്കെ ടെസ്റ്റ് ചെയ്യണം. എല്ലാ മനുഷ്യരും പ്രായം കുറഞ്ഞവരാണ്, അങ്ങനെയല്ല. ഈ കൊച്ചു പിള്ളേർക്കും ഒരു D3 കുറവുണ്ട്. D3 കുറഞ്ഞാൽ ഒത്തിരി നമുക്ക് പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഞാൻ തന്നെ മറന്നുപോകും D3 കഴിക്കാനൊക്കെ. നമ്മളതൊരു എല്ലാ എക്സസൈസ് ചെയ്യുക, D3 ഇതൊക്കെ നമ്മൾ ഓൾറെഡി എല്ലാം ഓർത്ത് ആരോഗ്യം എപ്പോഴും ഒത്തിരി ശ്രദ്ധിക്കുക. നമ്മുടെ ആരോഗ്യമാണ് നാടിൻ്റെ വീടിൻ്റെ ഒക്കെ അസറ്റ്. അപ്പോൾ അതിമനോഹരമായ കാഴ്ച കാണാവേ. ഇനി ഈ മക്കളുടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമായി കിട്ടി. 1 വർഷം മുമ്പ് ഹെയർ ലാസിങ് ചെയ്തതാണ്. പിന്നെ കൊച്ചിന് കുഞ്ഞുമാവയൊക്കെ ഉണ്ടായപ്പോൾ ആഫ്റ്റർ കെയർ ഒന്നും യൂസ് ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ കുറച്ച് ഡ്രോബാക്ക് ഉണ്ട്. ആഫ്റ്റർ കെയർ മസ്റ്റാണ് കേട്ടോ. അത് യൂസ് ചെയ്യുമ്പോൾ ആ മുടിയങ്ങ് നമ്മൾ ഇങ്ങനെ ഭയങ്കര ചേഞ്ചാണ്. മുടി ഭയങ്കരമായിട്ട് ഇവിടെ ഇപ്പോൾ എല്ലാവരും റീഎടുക്കാൻ വന്നത്, എല്ലാവർക്കും മുടി ഒത്തിരി ഉണ്ടായിരുന്നു എല്ലാവരും പറയണേ. മുടി ഇത് ചെയ്തിട്ട് ഒരിക്കലും ആരുടെയും പോകില്ല. ആഫ്റ്റർ കെയർ എന്ന് പറഞ്ഞാൽ മുടി വളരാനുള്ള സംഭവമാണ്. അപ്പം അത് മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. കൊച്ചിൻ്റെ സാഹചര്യം കൊണ്ടാണ് യൂസ് ചെയ്യാത്ത. പ്രസവിച്ചെടുക്കുമ്പോഴൊക്കെ എണ്ണയൊക്കെ തേക്കൂലോ നമ്മൾ. ഇനി കൊച്ച് യൂസ് ചെയ്യൂലേ. അതുപോലെ D3 ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഡെയിലിയിലും വൈറ്റ് ഹെയർ കുഞ്ഞി കൊച്ചാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ശ്രദ്ധിച്ചോ, ഭാഗ്യനറിയാന്ന് പറഞ്ഞുകൊണ്ട് വിഡിതം പറഞ്ഞുകൊണ്ടിരിക്കരുത്. അങ്ങനെയൊക്കെ എന്നോടൊക്കെ പറഞ്ഞാൽ എൻ്റെ പല്ലും പോയി, എല്ലും പോയി, എല്ലാം പോയി. ഇല്ല, യേശുവിൻ്റെ കൃപയിലൊന്നും പോയില്ല ഇങ്ങനെ പറയുന്നതാണ്. അപ്പോൾ D3 നമ്മൾ ചെയ്യേണ്ടതൊക്കെ നോക്കണം. ഇപ്പോൾ എനിക്ക് ഭയങ്കര കടപ്പ്, ഞാനിപ്പോൾ ഓടി പിടിച്ച് വന്നിട്ട് കടപ്പൊക്കെ ഞാൻ എക്സസൈസ് ചെയ്ത് തുടങ്ങി. അപ്പോൾ നമ്മളിവിടെ പരിശ്രമിച്ചാൽ നമ്മുടെ ആരോഗ്യമൊക്കെ ശരിയാകുള്ളേ. പ്രാർത്ഥനയൊക്കെ കുഴപ്പമില്ല, ദൈവം നമുക്ക് ബുദ്ധി വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഗ്ലാമർ നോക്കാം കേട്ടോ. പണ്ട് ചുരുണ്ടതാണോ? അതെയോ? നല്ല ചുരുണ്ട മുടിയാണോ? അതെയോ? ഇത് ചുരുണ്ട മുടിയാട്ടോ. ഞാൻ ഈ കൊച്ചു വന്നപ്പോൾ കണ്ടില്ലായിരുന്നു. അതെ കണ്ട, ഇതപ്പോൾ ഇങ്ങനെ കിടന്നോളൂ. ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് ഇതിൻ്റെ സുഖം പഠിച്ചു പോയാൽ പിന്നെ നമ്മൾക്ക് നിൽക്കാൻ പറ്റില്ല. നമുക്ക് ഈ ഓർഡിനറി ഭയങ്കര കഷ്ടപ്പാടാണ്. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യണ്ട. ഇച്ചിരി സിറവും തേച്ച് ഇങ്ങനെ ആഴ്ചയിൽ 2 പ്രാവശ്യം ഒന്ന് കഴുകി ആഫ്റ്റർ കെയർ യൂസ് ചെയ്ത് സിറവും തേച്ചിട്ട് ആ പരസ്യത്തിനെ വരുന്ന പോലെ ഇങ്ങനെ കിടന്നോളും. ഇതിന് പ്രായം കുറവായത് കാരണം ഇതിപ്പോൾ കുഴപ്പമില്ല. ഹെയർ ലാസിങ് കളറൊക്കെ ചെയ്ത് വൈറ്റ് ഹെയറിനൊക്കെ കളറൊക്കെ ചെയ്യുന്ന മനുഷ്യരൊക്കെ ആണെങ്കിൽ നമ്മൾ കരാട്ടിനാട്ടോ ബെറ്റർ. എവർക്കൊന്നും കുഴപ്പമില്ല ഹെയർ ലാസിങ്ങിന്. കഴിഞ്ഞ ദിവസം ഒരു കൊച്ചു ഹെയർ ലാസിങ് ചെയ്ത് ഞാനിവിടെ വന്നപ്പോൾ
അപ്പോൾ എൻ്റെ ഫ്രണ്ടിലത്തെ മുടിയൊക്കെ പിടിക്കാൻ പറ ഡൈ ചെയ്യണ കുറച്ചായിരുന്നു. ഞാൻ എന്നോട് പറഞ്ഞു ഇനി വേറെ കരാട്ടില്ല ചെയ്യാവുള്ളൂ. അപ്പോൾ ഇതിനൊന്നും അങ്ങനെയൊന്നും പ്രോബ്ലം ഇല്ല. ന്യൂജൻ പിള്ളേർക്ക് കുഴപ്പമില്ല. പക്ഷെ ന്യൂജൻ വന്നാൽ അപ്പോഴും കരാട്ടും ചെയ്യാൻ പറ്റും. ന്യൂജൻ്റെ ഹെയർ ലാക്സിങ് ആയാലും പ്രോബ്ലം ഇല്ല. അപ്പം ഇങ്ങനെ ഏത് വേണേലും ഉണ്ട്. ഹെയർ ലാക്സിങ്ങിന് അതുകൊണ്ട്, കരാട്ടിനുണ്ട്. അപ്പോൾ പെർമനൻറ്റ് ബ്ലോഡറി ഹെയർ അനുസരിച്ചാട്ടോ ഭംഗി വരുള്ളൂ. അപ്പോൾ അതുണ്ട്, എന്തുമുണ്ട്. അപ്പോൾ നിങ്ങൾ മുടി ചെയ്യാൻ പോലെ ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. അതുകൂടാണ്ട് 25% ഇതിനല്ല കേട്ടോ, ബാക്കിയുള്ളതിനൊക്കെ ഉണ്ട്. ഫേഷ്യൽ സ്പായൊക്കെ ഉണ്ട്. ഈ വേനൊക്കെ ഒരു സ്പായൊക്കെ ചെയ്യുക, ഒരു ഫേഷ്യൽ ചെയ്യുക. അപ്പം നമ്മുടെ ഗ്ലാമർ വർദ്ധിക്കും. നമ്മുടെ സ്കിന്നും ദൈവം തന്ന പല്ല്, സ്കിൻ എല്ലാം ദൈവം തന്ന ദൈവത്തിന് വസിക്കാൻ നമ്മളെ സൃഷ്ടിച്ചേക്കണേ മനോഹരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി. നമ്മുടെ അസറ്റാ മക്കളുടെ അസറ്റ്, നാടിൻ്റെ അസറ്റ്. അപ്പം നല്ല ആരോഗ്യമുള്ള അമ്മ കുടുംബത്തിൻ്റെ ഒരു അനുഗ്രഹമല്ലേ. ആരോഗ്യം ഉണ്ടെങ്കിൽ വലിയ പണിയെടുത്ത് മക്കൾക്കും കൊടുക്കാൻ പറ്റുള്ളൂ. ആരോഗ്യമുള്ള മക്കളെ സൃഷ്ടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആരോഗ്യം നമ്മുടെ ലോകത്തിൻ്റെ അസറ്റാണ്. അപ്പോൾ എപ്പോഴും ഓർക്കണം. പിന്നെ മൾട്ടി വിറ്റാമിൻ ഇടയ്ക്കൊക്കെ ഒന്ന് കഴിക്കണം. ബയോട്ടിനും സിങ്കോവൈറ്റൊക്കെ ഇടയ്ക്ക് ഫുഡിൽ നിന്നാണെങ്കിൽ കുഴപ്പമില്ല. അതല്ല മുടിയൂറിലൊക്കെ ഉണ്ടെങ്കിൽ സിങ്കോവൈറ്റും ബയോട്ടിനൊക്കെ ഒന്ന് ഇടയ്ക്ക് മാറി ഒന്ന് കഴിച്ചാൽ നല്ലതാണ്. അപ്പോൾ പിന്നെ ഇപ്പം ഞാൻ ABC ജ്യൂസൊക്കെ കഴിക്കേണ്ടത്. നിങ്ങളത് കഴിക്കുക. ഗ്ലൂക്കോട്ടയോന്നല്ല പറഞ്ഞത്, അതിന് പകരമാണ് ABC ജ്യൂസ്. നല്ല സ്കിന്നൊക്കെ ഭയങ്കര ഭംഗി കിട്ടും കേട്ടോ. ഹീമോഗ്ലോബിൻ പെട്ടെന്ന് കൂടും കേട്ടോ. ഹീമോഗ്ലോബിൻ താഴെയുള്ളവർക്ക് അതൊന്നും കുടിക്കട്ടോ. കൊച്ചിനൊക്കെ ഗുണം കിട്ടും. കൊച്ച് വാല് കുടിക്കണൊക്കെ ഉണ്ടെങ്കിലേ ബീറ്റ്റൂട്ടും ക്യാരറ്റും ആപ്പിളും ഇഞ്ചി കഷ്ണോടെ ഇട്ടിട്ട് മിക്സിയിൽ അടിച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പഞ്ചാരയൊന്നും ഉണ്ട് കേട്ടോ. അപ്പോൾ കുടിക്കാം. അപ്പോൾ എനിക്ക് പരവേശം പോകുന്നു കേട്ടോ ഈ വേനൊക്കെ. അപ്പോൾ അതൊക്കെ കഴിക്കുക. ഓരോ സീസൺ അനുസരിച്ച് നിങ്ങൾ ജ്യൂസുകളൊക്കെ കഴിക്കുക. തണുക്ക് ശരീരമൊക്കെ എന്ന്. അപ്പോൾ ഈ വേഗം ഇതൊക്കെ ചെയ്യാൻ വായോ. അപ്പോൾ ഇതൊക്കെ നേരത്തെ ചെയ്യാം. ഇങ്ങനെ ഏപ്രിൽ ആകുമ്പോഴത്തേന് ഒത്തിരി കല്യാണം ഉണ്ട് തോന്നും. നമുക്ക് കല്യാണമൊക്കെ ബുക്കിംഗ് ഉണ്ട്. അപ്പോൾ ജനുവരിയിൽ അത്ര ഇല്ലായിരുന്നു. ഇങ്ങനെ ഏപ്രിൽ കുറേ പേര് കല്യാണം ഉണ്ട് തോന്നും. അപ്പോൾ കല്യാണങ്ങൾ ഒത്തിരി ഉണ്ട്. അപ്പോൾ നമ്മളൊരു മാർച്ചിൽ എങ്കിലും ചെയ്താലാണ് ഏപ്രിൽ ഏറ്റവും മനോഹരമായിട്ടിരിക്കുള്ളൂ. അപ്പോൾ ശരി. ഈ മോള് നമ്മുടെ അടുത്ത് ഒരു വർഷം മുമ്പ് ഹെയർ ലാക്സിങ്ങിന് വന്നാൽ അടിക്കാൻ വന്നേക്കണെയാണ്. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമാകുന്ന കാഴ്ച കാണാം കേട്ടോ. നമ്മളിങ്ങനെ മുടി ഒത്തിരി ഫ്രസ്സിയാണ്, കളറൊക്കെ ചെയ്യണ മുടിയെങ്കിൽ നമ്മളെപ്പോഴും ഹെയർ ലാക്സിങ് അല്ല, ബെറ്റർ കരാട്ടിനാണ്. പക്ഷേ ഈ മോക്ക് ഹെയർ ലാക്സിങ് മതിയെന്ന് പറഞ്ഞ കാരണം ഹെയർ ലാക്സിങ് ആണ് ചെയ്യണത്. പക്ഷേ ഇങ്ങനെ നല്ല ഫ്രസ്സിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും ന്യൂജൻ പിള്ളേർക്ക് ഇങ്ങനെ ഹെയർ ലാക്സിങ് കുഴപ്പമില്ല. പ്രായം കൂടുന്തോറും ഇതിന് പ്രായം അധികം ഉണ്ടെന്നല്ല, വൈറ്റ് ഹെയർ ഒക്കെ ഉണ്ടെങ്കിൽ കളർ ചെയ്യുമോ, അല്ലെങ്കിൽ മറ്റേ ഫ്രസ്സി ഡാമേജ് ഹെയറിന് എപ്പോഴും കരാട്ടിനാണ് നല്ലത്. ഒരു കവറിങ് വരുമ്പോൾ ഒത്തിരി ബെറ്ററാണ്. കരാട്ടിൻ നമ്മൾ ബ്രാൻഡ് കമ്പനി ഏത് ചെയ്താലും ബ്രാൻഡഡ് ആട്ടോ ചെയ്യാവുള്ളൂ. തലയിൽ ഇപ്പോൾ ഓരോന്ന് കാണാൻ പാടില്ല, മെർക്കുറി വൈറ്റ് പോകും, അങ്ങനെ ഇങ്ങനെ ലിപ്സ്റ്റിക്ക് ഇട്ടാൽ. അപ്പോൾ ബ്രാൻഡ് കമ്പനിയുടെ ലിപ്സ്റ്റിക്ക്, ഷാമ്പൂ, സ്പായ ഇതെല്ലാം ബ്രാൻഡഡ് തന്നെ യൂസ് ചെയ്യണം, ഫേഷ്യലിനൊക്കെ ആയാലും. അപ്പോൾ ഇതിൻ്റെ യേശുവിൻ്റെ കൃപയിൽ അതിമനോഹരമാകുന്ന കാഴ്ച കാണാം കേട്ടോ. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമായ കാഴ്ച. ഇത് പരസ്യത്തിനെ പോലെ ആയില്ലേ, പരസ്യത്തിനെ വിലണ പോലെ. പണ്ട് നമ്മളിങ്ങനെ മുടി കാണുമ്പോൾ നമുക്ക് കൊതിയാകാറില്ല, എനിക്കൊക്കെ കൊതിയാകാറുണ്ട്. ഇപ്പോൾ ദൈവം അതിന് നമുക്ക് അവസരം ഒരുക്കിയേക്കുക. അപ്പോൾ പരസ്യത്തിൽ കാണുന്ന പോലെ എന്ത് ഭംഗിയാണ് ഈ മുടി. ഇനി 5-8 മാസത്തേക്ക് ഒന്നും ചെയ്യണ്ട, ആഫ്റ്റർ കെയർ ഒക്കെ യൂസ് ചെയ്ത് ഇങ്ങനെ കൊണ്ടു കിടക്കാം. നമ്മളിങ്ങനെ ഇത് ചെയ്ത് പിടിച്ചാൽ പിന്നെ നമുക്ക് ഓൾറെഡി ഇപ്പോൾ അവരൊക്കെ ഒത്തിരി അകലേന്ന് വരുന്നവരാണ്. അവർ നമ്മുടെ അടുത്ത് തന്നെ അടിക്കാൻ വന്നുകൊണ്ടിരിക്കണം. അവർക്കറിയാം ഒരു മുടി പോലും ഊരുമൊന്നുമില്ലെന്ന്. അപ്പോൾ ആ ചിന്ത അവരെ ഭരിച്ചാൽ തന്നെ മുടി ഊരൂല കേട്ടോ. വല്ലവരും ഒക്കെ പറഞ്ഞു കേട്ട് ഇങ്ങനെ ചെയ്താൽ മുടി ഊരും. അങ്ങനെ ചിന്തിച്ചാൽ മുടി പോകും. നമ്മുടെ മനസ്സിൽ എന്താണ്, നമുക്ക് ആ ഒരു പേൻ പോലും ചാവൂലെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ 10-15 വർഷത്തിൽ കൂടുതലായി മുടി തലയിൽ ഇത് ചെയ്തു തുടങ്ങിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ എൻ്റെ മുടിക്കും കുഴപ്പമില്ല, തലയ്ക്കും കുഴപ്പമില്ല. നിങ്ങൾ ധൈര്യസമേതം ഇങ്ങോട്ട് പോരെ കേട്ടോ. അപ്പോൾ ശരി, എന്നാൽ നമുക്ക് കാണാം. ഹെയർ മേക്ക് ഓവറിന് വന്നാണ്. നല്ല കേളി ഹെയറാണ്, പക്ഷെ നല്ല ഡ്രൈനെസ് നന്നായിട്ടുണ്ട് അല്ലേ, ബൊട്ടലും ഉണ്ടല്ലേ. ഇതാണ് മുടി. അത് കേളി ഹെയർ. പിന്നെ അവർ നല്ല ഷാമ്പൂ കണ്ടീഷനൊക്കെ യൂസ് ചെയ്യണതിൻ്റെ ഉണ്ട്. ഡ്രൈനെസ് ആണെങ്കിലും ഇതേ ഈ പൊട്ടലൊക്കെ മാറ്റി നമ്മൾ കരാട്ടിൻ ചെയ്യാൻ പോവാട്ടോ ഈ ഹെയർ. അപ്പോൾ ഈ മുടി കരാട്ടിൻ ചെയ്ത് കഴിഞ്ഞ് ഈ പൊട്ടി പോലെ കുറച്ച് കഴിയുമ്പോൾ വിറ്റാമിൻ ഡെഫിഷ്യൻസി ഒക്കെ വരും. പിന്നെ ഈ കേളി ഹെയർ ഒന്നാമത് ഒരു ഡ്രൈ ഹെയറിൻ്റെ ഒരു ഇതാണ്, അന്നേരം പൊട്ടൂലോ. മെയിൻ വല്ല D3 ഒക്കെ അത് ഫോളോ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ D3 കുറയുമ്പോൾ മുടി പൊട്ടും, പിന്നെ വൈറ്റ് ഹെയർ വരും. D3 ഞാനിങ്ങനെ വന്നിട്ട് ഞാൻ മേടിച്ച് വെച്ചാൽ മറന്നു പോവാം.
നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യം മറക്കരുത് കേട്ടോ ദൈവമേ, ഞാനും ഇങ്ങനത്തെ. അപ്പോൾ ഈ മുടി ഇപ്പം കരാട്ടിനാകുമ്പോൾ നിങ്ങൾ കരാട്ടിൻ ചെയ്യണമെങ്കിൽ കരാട്ടിന് ഏതാ ചെയ്യണമെന്ന് ഏത് ഷോപ്പിലായാലും ചോദിക്കണം കേട്ടോ. കരാട്ടിന് ഒത്തിരി ലോ ക്ലാസ് ഒക്കെ ഉണ്ട്. നമ്മളെപ്പോഴും തലയിൽ ചെയ്യുന്നത് ബ്രാൻഡഡ് കമ്പനി, തലയെല്ലാം മുഖത്ത് ഫേഷ്യലൊക്കെ നമ്മളെല്ലാം ബ്രാൻഡഡ് കമ്പനി ചെയ്യാവുള്ളൂ. കാരണം അവർക്ക് ആ പറഞ്ഞതിന് ഇതില്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റില്ല. അപ്പോൾ ബ്രാൻഡഡ് കമ്പനി ചെയ്യാൻ നമ്മൾ ഇപ്പോഴത്തെ ഏറ്റവും അപ്ഡേഷൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിക് ബയോടാനിക്സ് ചെയ്യാൻ പോകണം, നല്ല റിസൾട്ടുമാണ്. അപ്പോൾ ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. ആഫ്റ്റർ കെയർ യൂസ് ചെയ്യാതാലാണ് അതിൻ്റെയൊക്കെ റിസൾട്ട് നിലനിന്ന് പോകുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അതിമനോഹരമായ കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ഈ മോളിനോട് പറഞ്ഞു എൻ്റെ മുടി എപ്പോഴും പൊട്ടിയേക്കുമെന്ന് ഞാൻ അങ്ങനെ കണ്ണട വെച്ചില്ലേ. അടുത്ത വീഡിയോ കണ്ണട വെച്ചപ്പോഴെല്ലാം പൊട്ടി. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ മോക്കടെ D3 കുറവിൻ്റെ എനിക്ക് അതിൽ ഓരോ വൈറ്റ് ഹെയറുണ്ട്. ഞാൻ പറഞ്ഞു പെട്ടെന്ന് D3 ഫോളോ അപ്പ് ചെയ്തു. സിംഗോവൈറ്റും ബയോട്ടിനും മൾട്ടി വിറ്റാമിനും ഒക്കെ എടുത്തു തുടങ്ങി. ഇങ്ങനെ പറയാനുള്ള പാട്ട് ഞാനും മറന്നു പോകും. അപ്പം നമ്മളത് ഓർക്കുക, നമ്മുടെ ഹെൽത്താണ് വെൽത്ത്. കുടുംബത്തിൻ്റെ അസറ്റ്, മക്കളുടെ അസറ്റ് എല്ലാം നമ്മുടെ ആരോഗ്യമാട്ടോ നമ്മുടെ അസറ്റ്. അപ്പോൾ അതിന് എപ്പോഴും നമ്മളൊരു ശ്രദ്ധ കൊടുക്കണം കേട്ടോ. ഓട്ടത്തിനിടയ്ക്ക് എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ കുടുംബം, മക്കള്, ഞാനുൾപ്പെടെ എല്ലാവരും ഈ ഓട്ടത്തിലല്ല. അവനവനെ ശ്രദ്ധിക്കില്ല, പക്ഷെ അവനവനെ ശ്രദ്ധിക്കണം, മറ്റുള്ളവരെ ശ്രദ്ധിക്കണം, കൂടെ നമ്മളെ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നമ്മൾ ഭൂമിക്ക് പാരാകരുത്, കുടുംബത്തിനും പാരാകരുത്. അപ്പോൾ ഇങ്ങനെ തൊടുമ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെ കൈ കാണിച്ചു നോക്കാൻ എന്ത് സുഖ, അടിപൊളി. അപ്പോൾ മറ്റേ കഴുകുമ്പോൾ കൊച്ചിന് മുടിക്കൊക്കെ തിക്നെസ് ഉള്ള നല്ല മുടിയൊക്കെയാണ്. അങ്ങനെ താരനും ഈ പൊട്ടലും മാത്രമൊക്കെ ഉള്ളൂ. താരൻ പിന്നെ ആഫ്റ്റർ കെയർ ഇതിൻ്റെ ചെല്ലുമ്പോൾ പിന്നെ താരൻ ഉണ്ടാവില്ല. പിന്നെ പൊട്ടൽ D3 ഒക്കെ കറക്റ്റ് ആകുമ്പോൾ വരും. അല്ലെങ്കിൽ കൊച്ചിനെ എപ്പോഴും കഴുകുമ്പോഴൊക്കെ ഡ്രയർ വെച്ച് ഇനി അതൊന്നും വേണ്ട, ചുമ്മാ കഴുകി ഉണങ്ങാൻ വേണമെങ്കിൽ ഒന്ന് കൂളിങ്ങിട്ട് ഡ്രയർ വെച്ചാൽ മതി, ചെറിയ ചൂടിട്ടേ. ഞാൻ ഇങ്ങനെ കഴുകുമ്പോൾ എനിക്ക് നീർക്കെട്ട് വരണ കാരണം ഞാൻ പെട്ടെന്ന് ഡ്രയർ വെച്ച് കൂളിങ് കൂടെ വെച്ച് സെറ്റ് ചെയ്യും. അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ കിടന്നോളൂ. നമുക്ക് ഈ മുടിയുടെ കാര്യം ഇത് ഏറ്റവും വലിയ ഗുണം ഈ ഹെയർ മേക്ക് ഓവർ നമ്മളെ തന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നമുക്കുടെ കോൺഫിഡൻസ് കൂട്ടും, നമ്മുടെ മേക്ക് ഓവറേ മാറും. പിന്നെ കംഫോർട്ടാട്ടോ. മുടി ചീകണ കറക്റ്റ് ഞാൻ കാര്യം ഓർമ്മണ്ട ഇങ്ങനെയൊക്കെ കിടന്നോളൂ. നമുക്ക് പണ്ട് കാണുമ്പോൾ ഈ ചൈനയിലെയും നിങ്ങൾക്കൊക്കെ മറ്റവരുടെ അവരുടെയൊക്കെ മുടി കാണുമ്പോൾ കൊതി വന്നാറുണ്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ഇങ്ങനെ സിൽക്കി ആയിട്ട്. ഞാനിങ്ങനെ എപ്പോഴും കൊതിക്കാറുള്ളൂ ദേശപ്പ. പക്ഷെ നമ്മൾ കൊതിക്കണല്ല നമ്മുടെ ജീവിതത്തിൽ കിട്ടുമെന്ന് നമ്മൾ കൊതിക്കുക, ആഗ്രഹിക്കുക എന്നോർത്ത് ആഗ്രഹത്തിൻ്റെ പുറകെ യേശുബ്ര പൊക്കോളും. ദൈവം നമുക്ക് ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരും. ഇങ്ങനെ എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ സിൽക്കിയായിട്ട് ഇങ്ങനെ കിടക്കുന്ന സ്വപ്നത്തിൽ ഓർത്തില്ല. അപ്പോൾ കാലഘട്ടം നമുക്ക് ആ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തന്നു. ഏത് പണ്ടൊക്കെ ഫിലിം സ്റ്റാർസിൻ്റെ വില ബോഡിയൊക്കെ ആണെന്ന് പറയാൻ പാടില്ല. അവിടെയൊക്കെ മുടി ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ ഒഴുകുമ്പോഴൊക്കെ നമുക്ക് പതാതിൻ്റെ കണ്ടത് ഇതൊക്കെ പരസ്യത്തിന് വരുന്ന പോലെ ആയിരുന്നു നോക്കി മുടി കിടക്കുന്നത്. അടിപൊളി സൂപ്പർ. ഒന്ന് അടിക്കുമ്പോൾ തലേന്ന് കണ്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടോ? അത് പറഞ്ഞോട് ഇഷ്ടപ്പെട്ടോ എന്നാണ് മുഖം കാണിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വരിക. കരാട്ടിൻ ബയോടാനിക്സ് ഫോഴ്സ് പ്ലാസ്റ്റിക് ബയോടാനിക്സ് ആട്ടോ ചെയ്തേക്കണേ. ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം ഇത് ചെയ്താൽ മതി. നല്ല റിസൾട്ടാണ്. ഒരു വർഷത്തോളം കിട്ടും, 8-9 മാസം കിട്ടും ഇതിൻ്റെ റിസൾട്ട്. 40 വർഷം എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഇവിടെ വന്നവർക്ക് എല്ലാവർക്കും ഇത് ആദ്യം ചെയ്തിട്ട് പോയവരെല്ലാം ഇങ്ങനെ 8-9 മാസം കിട്ടിയെന്നാണ് പറഞ്ഞത്. 8-9 മാസം ആകുമ്പോഴത്തേന് നമ്മുടെ തലയിൽ നിന്ന് ഒറിജിനൽ മുടി കിട്ടും, ഇവിടെ വരെയൊക്കെ എത്തും. അതാ പ്രോബ്ലം. നല്ല വളർച്ചയും ഇതൊക്കെ കിട്ടും. ആഫ്റ്റർ കെയറും മൾട്ടി വിറ്റാമിനൊക്കെ ചെല്ലുമ്പോൾ അത് നല്ല തിക്കുമായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും മുടി ചെയ്തിട്ട് നന്നായിട്ട് മുടി ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ധൈര്യ സമയത്ത് ഇത് ചെയ്യാൻ പോരെ. അപ്പോൾ ശരിയെന്ന്. ഹലോ, ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിന് വന്നാണ്. കുഞ്ഞിക്കുടാത്തിയാണ്, പക്ഷെ ഹെയറൊക്കെ പൊട്ടിയിരിക്കുക. നമ്മളിങ്ങനെ പിള്ളേരുടെ ഹെയർ പൊട്ടുമ്പോൾ എണ്ണ തേക്കാഞ്ഞിട്ടാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞ് പിള്ളേരെ വഴക്ക് പറയാണ്ട് പിള്ളേർക്ക് D3 ഉണ്ടോ ഹീമോഗ്ലോബിൻ ഉണ്ടോ ഇതൊക്കെ ടെസ്റ്റ് ചെയ്യണ്ടോ. സിംഗോവൈറ്റ്, ബയോട്ടിൻ, D3യുടെ ഇതെല്ലാം കൊടുത്ത് മുട്ട ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യണം. കാരണം ഈ പ്രായത്തിൽ രക്തം തിളക്കുന്ന പ്രായം മുടി തിളങ്ങും. അപ്പോൾ ഇങ്ങനെ പൊട്ടൽ വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ കണ്ണാടി വെച്ചാൽ അല്ലെങ്കിൽ ഞാൻ നോക്കുമ്പോൾ എല്ലാവരുടെ മുടി നല്ലതാണ്. അപ്പോൾ ഈ മുടിയെല്ലാം ഇങ്ങനെ തിക്കായിട്ട് താഴത്തോട്ട് വരണ്ട. ഇത് ഇപ്പം ചെയ്ത് കഴിയുമ്പോൾ പൊട്ടലൊന്നും കാണില്ല, പക്ഷെ അതിൽ തൃപ്തിപ്പെട്ടിരിക്കരുത്. നമ്മുടെ ആരോഗ്യത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. പിള്ളേർക്കൊന്നും പറഞ്ഞാൽ കേൾക്കൂല. പക്ഷേ പേരൻസ് നിർബന്ധിച്ച് വിറ്റാമിൻ ഗുളിക തീറ്റിക്കണം. പിന്നെ മുട്ട മസ്റ്റായിട്ട് തീറ്റിക്കണം. പച്ചക്കറി ഞാൻ തിന്നാറില്ല, അത് വേറെ പച്ചക്കറി എന്ന് പറയണില്ല. എങ്ങനെയും ഒക്കെ നല്ല സൂപ്പൊക്കെ ഉണ്ടാക്കി കൊടുത്തോ അവരെ തന്നെ അത് സൂപ്പ് ഉണ്ടാക്കിപ്പിക്കുക, എന്നിട്ട് നമുക്കൂടെ കുടിക്കാം. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ.
ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിക് ബയോടാനിക്സ് ആയിട്ട് ചെയ്തേക്കണേ. ഞാൻ പറയുന്നത് ഇപ്പോൾ പൊട്ടലൊന്നും അറിയില്ല, കാണുന്നില്ല, എല്ലാം ഇങ്ങനെ കവർ ചെയ്ത് സൂപ്പറായിട്ട് കിടക്കണം. ഇത് കണ്ടുകൊണ്ട് ആരോഗ്യം നോക്കാണ്ടിരിക്കരുത്. പൊട്ടൽ ഓൾറെഡി ഉണ്ട്, അത് നമ്മൾ കവർ ചെയ്ത് വെച്ചേക്കും, ഒരു പ്ലാസ്റ്റിക് കൂട്ടി കയറണ പോലെ. അങ്ങനെയാണ് കരാട്ടിൻ. അപ്പോൾ ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. ഉള്ളിൽ സിങ്കോവൈറ്റ്, ബയോട്ടിൻ, D3 എന്തൊക്കെ വിറ്റാമിൻ കുറവെന്നൊക്കെ ടെസ്റ്റ് ചെയ്യുക, അതൊക്കെ നോക്കുക, ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഇതെല്ലാം വേണം. അപ്പോൾ ഇത് കണ്ടോ കിടക്കണം കണ്ടോ. ഈ കരാട്ടിനൊരു ഗുണമുണ്ട്, ഇച്ചിരി നാച്ചുറൽ ലുക്ക് തോന്നിക്കും. മറ്റേ ഹെയർ ലാക്സിങ്ങും മറ്റേ സ്മൂത്തനിങ്ങും ഒക്കെ ചെയ്യണ പോലെയല്ല, ഇതിനൊരു നാച്ചുറൽ ലുക്ക് തോന്നിക്കും. ഇത് ഓർഗാനിക്കാണ്. വാഷ് ചെയ്യുമ്പോൾ 10-40 വാഷ് എന്ന് പറഞ്ഞാൽ, പക്ഷെ മിക്കവർക്കും 8-9 മാസമൊക്കെ തലയിൽ നിന്ന് കിളുത്ത് വന്നത് നോർമലേ വരുള്ളൂ. ഇതിനൊക്കെ ഈ മുടിയൊക്കെ ഇങ്ങനെയൊക്കെ ഇരുന്നാണ് ഇത് ചെയ്യില്ല. വർഷത്തിലൊരിക്കലൊക്കെ പുറത്തുള്ള കൊച്ച കണ്ടാൽ തോന്നുമോ എൻ്റെ കല്യാണം കഴിഞ്ഞാൽ ഞാൻ ബോധം കെട്ടി ഇതുവരെ ഞാൻ നോർമലായിട്ടില്ല. ഞാൻ +2 കൊച്ച പുറത്തോട്ട് പഠിക്കാൻ പോകാൻ നോക്കൊണ്ട് എന്നെ ചെയ്യാനേ ചിരിക്കാൻ പറ്റൂല. കല്യാണം കഴിഞ്ഞ കൊച്ചാന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഞെട്ടാതിരിക്കും കേട്ടോ. എല്ലാവരെയും കണ്ടാൽ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് ചെയ്ത് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇങ്ങനെ മുടി ചെയ്യാനുള്ളവരൊക്കെ പോരെ, അതീവ മനോഹരമായിട്ട് നമ്മുടെ മുടി ഇങ്ങനെ ഒഴുകി, അത് നമ്മുടെ ഒരു ആഗ്രഹമല്ലേ. ഈ പോറുകാരൊക്കെ ഇങ്ങനെ മുടി അതുപോലെ കിടക്കും. നമുക്കും അതൊക്കെ ചെയ്യാൻ പറ്റും. ഇനി എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്തേ നടക്കുകയുള്ളൂ. കാരണം ഇതൊക്കെ എല്ലാവരുടെ സ്വപ്ന. പല്ല് കെട്ടിക്കുക, മുടി ഇങ്ങനെ ചിരിക്കുമ്പോൾ മുല്ലമൊട്ട് വേണം, മുടി ഇങ്ങനെ ഒഴുകി ചാടണം, ഇതെല്ലാം കിട്ടും. ഹെൽത്തൂടെ നോക്കണേ, ഹെൽത്തിലാണ് ഇതെല്ലാം കേട്ടോ. അപ്പോൾ എൻ്റെയൊക്കെ പല്ലിൻ്റെ ഇവിടത്തെയൊക്കെ പോയാൽ ഇപ്പം 1-2 പ്രാവശ്യം കെട്ടിക്കണം, ഈ കെട്ടാൻ പറ്റുമെന്ന്. അപ്പം ഞാൻ ഇപ്പോഴല്ല, കുറേ നാൾ മുമ്പ്. അപ്പോൾ നമ്മളപ്പോൾ പല്ലൊക്കെ കെട്ടി ശരിയാക്കണമെങ്കിൽ ഇവിടെയൊക്കെ പല്ല് വേണേ. എല്ലാം ക്യാപ്പ് ഇട്ട് ഇങ്ങനെ ആരോഗ്യത്തിൻ്റെ പ്രോബ്ലത്തിൽ എനിക്ക് എന്തോരം ആരോഗ്യ ഇത് പറ്റിയെന്നറിയാം. അപ്പോൾ നിങ്ങൾക്കൊന്നും പറ്റാണ്ടിരിക്കാനാണ് ഞാൻ ഈ ഹെൽത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ മുടിയാണവരൊക്കെ പെട്ടെന്ന് വരെ ശരിയല്ല.